എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. യാത്ര പോകുന്നത് മംഗലാപുരത്തേക്കാണ്. ഞാനും അമ്മച്ചിയും പിള്ളേരും കൂടിയാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മമ്മി വരുന്നവരിങ്ങനെ മുന്നാടൊക്കെ ആടിക്കൊണ്ടിരിക്കും. മമ്മി വന്നിട്ട് വേണം നമുക്ക് പോവാൻ. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. മമ്മി വരാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായിരിക്കുകയാണ്. മമ്മീനെ നോക്കിയാണ് ഇരിക്കുന്നത്. മമ്മി ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു. മമ്മി വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മമ്മീനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കുറേ സമയം ഇരുന്നു. അപ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ ഒരുങ്ങി റെഡിയായിരിക്കുക എന്നുള്ളത് നമ്മളും ചെയ്യുന്ന പരിപാടിയാണല്ലോ കുട്ടിക്കാലത്ത്. അപ്പോൾ എൻ്റെ കുട്ടികൾ പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടേക്കെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം യാത്ര ചെയ്യുമ്പോൾ സമയത്ത് ബാഗ് പാക്ക് ചെയ്യുന്നതും അതോടൊപ്പം നേരത്തെ റെഡി ആവുന്നതും രാവിലെ ഒന്ന് വിളിച്ച് എണീപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർ രാവിലെ തന്നെ എണീറ്റ് റെഡിയാവും. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ചേട്ടായിയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കൂടാതെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാനുമുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് എന്താ പറയണ്ടേ, KSRTC ബസ്സിൽ ഓസിന് യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. മോന് മാത്രമാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങളെ ഫ്രീ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാണ്. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. 2-3 മാസമായിട്ട് വീട്ടിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഓരോ KSRTC ബസ്സിൽ ഇങ്ങനെ പിടിച്ച് നിന്ന് നോക്കുന്നതും അതോടൊപ്പം മുകളിൽ ഹാങ് ചെയ്യുന്നതിനകത്ത് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നി ഇവരെന്നെ ഈ കാണിക്കുന്നതെന്ന്. കാരണം അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. ഇവർക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബാഗൊക്കെ കണ്ടോ സ്വന്തമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് ഞാൻ പിടിക്കാമെന്ന്, പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്ന് ട്രെയിൻ വരാൻ ഇനി ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. ഞങ്ങൾ അമ്മച്ചി കൂടെ ഉള്ളത് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് പോന്നു. കാരണം അമ്മച്ചീനെ കൊണ്ട് പോകുമ്പോൾ അമ്മച്ചിക്ക് സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോന്നു. നേരത്തെ വന്നത് ഏകദേശം 1 മണിക്കൂറോളം നേരത്തെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കെട്ടിയവനോട് കുറച്ച് സമയം വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് കടലയും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഒരു 4ാമത്തെ തവണ മാത്രമാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കാത്ത പല ചെറിയ ചെറിയ സന്തോഷങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിലൊക്കെ കയറുന്നത് തന്നെ. അതിന് മുമ്പ് ഞാനങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ പുറത്ത് പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്കിപ്പോഴേ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് കാണുമ്പോൾ അവർ ഓരോ ട്രെയിനൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയുക, അവരതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ മുഖത്ത് കാണുന്ന അത്ഭുതകരമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ നോക്കുകയും അവരുടെ ആ മുഖത്ത് വരുന്ന ഭാവവും അവരുടെ സന്തോഷവും അതിന് ഉപരി വേറെ ഒന്നും ഇല്ലയെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയും അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മനോഹര ഓർമ്മയെ മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്കും അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറി അവരുടെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൈഡ് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് 2 പേരും കൂടി എന്താ പറയുക, സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരാളുടെ മടിയിലൊക്കെ ഇരുന്നാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ കയറിയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു ട്രെയിനകത്ത്. എന്നാലും ഇരിക്കാനൊക്കെയുള്ള സീറ്റ് ഉണ്ടായിരുന്നു. കംഫർട്ടബിളായിരുന്നു യാത്ര. പിന്നെ കുറച്ചങ്ങെത്തി കാസർഗോഡേക്കൊക്കെ എത്തിയപ്പം ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ കാലിയായി, ആരും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടാവാം മേ ബി എന്താ പറയുക, ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇത് കണ്ടില്ലേ, അമ്മച്ചി കിടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം കാസർഗോഡൊക്കെ എത്തിയപ്പോഴത്തേന് എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരാൾക്ക് ഇതിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞ്
വാശി പിടിച്ചു. അപ്പം ഞങ്ങൾ അതും അങ്ങ് സാധിച്ചു കൊടുത്തു. അവളെ കുറച്ച് സമയം അതിൻ്റെ പൊക്കത്ത് കയറ്റിയിരുത്തി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് കുറച്ച് പേടി തോന്നിയ സമയത്ത് ഞങ്ങൾ താഴേക്ക് ഇറക്കി. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തെത്തി. ശരിക്കും പറഞ്ഞാൽ മംഗലാപുരത്തെത്തിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയും, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിലുമായിരുന്നു. അപ്പോൾ ചേട്ടായി പിന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഞങ്ങൾ ചേട്ടായിയുടെ കൂടെ വീട്ടിലേക്ക് പോവാം. പിന്നെ വരുന്ന വഴിക്ക് ചേട്ടായി എന്തൊക്കെയോ ചായക്കുള്ള കടിയൊക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി. തിരിച്ചു വരുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം ഇവർ മംഗലാപുരത്ത് നിന്ന് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ വീട് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയും പപ്സും ഒക്കെ കഴിച്ചു. കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.